പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. ഇനി മുതൽ അങ്ങോട്ട് പ്രോപ്പർ റെസ്റ്റും കെയറും ഒക്കെ വേണം. ഒപ്പം ലൈറ്റ് ആയിട്ടുള്ള ചില എക്സസൈസും. ആ, എന്റെ കയ്യിലൊരു ഡയറ്റ് ചാർട്ടുണ്ട്. ഇനി മുതല് നീ അത് ഫോളോ ചെയ്താൽ മതി. ഓ, ചാർട്ടും കുറിപ്പടിയൊക്കെ ഇപ്പോഴല്ലേ വന്നത്? അതിനു മുമ്പ് പെണ്ണുങ്ങൾ എന്താ പ്രസവിക്കാതിരിക്കുകയാണോ? റെസ്റ്റ് എന്നും പറഞ്ഞ് 24 മണിക്കൂറും കട്ടിൽ കയറി കിടന്നാലേ അത് കൊച്ചിനെയും തള്ളയും ഒരുപോലെ ബാധിക്കും. അതിന് ഫുൾ ടൈം ബെഡ് റെസ്റ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ദിരാമേ. തോന്നുമ്പോ തോന്നിയതുപോലെയാ മാളുവിന്റെ കഴുപ്പും കിടപ്പും ഒക്കെ. അതൊക്കെ ഒന്ന് ചിട്ടയിലാക്കണമെന്നേ ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. അതൊക്കെ അവിടെ ആയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ. ഇനി ഇപ്പൊ ഇവിടെ ആവുമ്പോ എല്ലാം കൃത്യസമയത്ത് നോക്കാൻ ഞാനും അശ്വതിയൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇവിടെ എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി ആരൊക്കെ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞാലും അവനവന്റെ കാര്യത്തിൽ സ്വയം ഒരു ഉത്തരവാദിത്വം തോന്നണം. ആ കാര്യം ഓർത്തിനി ടീച്ചർ വിഷമിക്കണ്ട. ഇവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. പ്രസവം കഴിഞ്ഞ് 90 കഴിയുമ്പോ അമ്മയും കുഞ്ഞിനെ നല്ല മിടുക്കരായിട്ട് അങ്ങ് കൈ തരും. അന്ന് കൊണ്ടുപോകാൻ തയ്യാറായി ഇങ്ങ് പോന്നേച്ചാ മതി, അല്ലേ മോളെ? അല്ല, അതിപ്പോഴേ വേണ്ടല്ലോ. 7ാം മാസമൊക്കെ കഴിയുമ്പോ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ. അതുവരെ മാളു അവിടെയല്ലേ നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നു പോയാൽ മതിയല്ലോ. ടീച്ചർ എന്ത് വർത്താനായി പറയുന്നത്? ഒരു ഗർഭിണി പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ പറ്റുമോ? 7ാം മാസം വരെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാവോ നിയമമൊന്നുമില്ലല്ലോ. തന്നെയല്ല, അവിടെ ടീച്ചർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടെ ആവുമ്പോ ഞാനും അശ്വതിയൊക്കെ ഉണ്ടല്ലോ. ഇവളുടെ കാര്യം നോക്കാൻ എപ്പോഴും ഒരാൾ അടുത്തുണ്ടാവുമല്ലോ. ടീച്ചറിന് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് കണ്ടാ പോരെ? നീ എന്തു പറയുന്നു മാളു? ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. 10 പെറ്റ അച്ചിയോട് ആ കടിഞ്ഞൂലിന്റെ കണക്ക് പറയുന്നത്. ഈ VP ഇതെവിടെ പോയി? സിസ്റ്റർ, ഈ റൂമിലെ പേഷ്യന്റിനെ കണ്ടായിരുന്നോ? കുറച്ചു മുൻപ് സാറ് താഴേക്ക് പോകുന്ന കണ്ടല്ലോ. താഴേക്കോ? സിസ്റ്ററോടൊന്നും പറഞ്ഞില്ലേ? ഡോക്ടറിന്റെ ക്യാബിൻ എവിടെയാണെന്ന് ചോദിച്ചു. എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോ ഡോക്ടറെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ കരുതി മാഡം പറഞ്ഞിട്ടാവുമെന്ന്. ഈശ്വരാ, എന്തു പറ്റി മാഡം? ഒന്നുമില്ല, താങ്ക്സ്. ഡോക്ടർ, എനിക്കറിയേണ്ടത് ഇപ്പൊ എന്റെ ഓർമ്മയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആ പാസ്റ്റിനെ കുറിച്ചാണ്. അല്ലാതെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള സൊല്യൂഷൻ അല്ല എനിക്ക് വേണ്ടത്.
മുന്നിൽ വരുന്നൊരു പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ ഡോക്ടർക്കാണെങ്കിൽ ചികിത്സിക്കാൻ പറ്റൂ. അല്ലാതെ രോഗം എന്തായാലും ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് താങ്കൾക്കായാലും ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. മറന്നുപോയ എൻ്റെ ഭൂതകാലത്തിന്റെ പ്രശ്നങ്ങളെ എനിക്ക് മറികടക്കണമെങ്കിൽ ആദ്യം ആ കാലം എന്തായിരുന്നെന്നും ആ സമയത്ത് എന്തായിരുന്നു മേജർ ഇഷ്യൂസ് എന്നും ആദ്യം ഞാൻ മനസ്സിലാക്കണമല്ലോ. എന്താ ഡോക്ടർ, അത് വേണ്ടേ? അതല്ലേ അതിന് ശരി? യെസ്, മിസ്റ്റർ പണിക്കർ പറയുന്നത് 100% ശരിയാണ്. ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ മറന്നുപോയ ആ ഭൂതകാലം എന്തായിരുന്നെന്ന് നിങ്ങളെ ഒരു കഥ പോലെ സ്പൂൺ ഫീഡ് ചെയ്യാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് സർ. ഒന്നാമത്തെ കാര്യം, അത് അടുക്കോടും ചിട്ടയോടും ഓർത്തെടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ത് ബുദ്ധിമുട്ട്? ഡോക്ടർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡേ ടു ഡേ ബ്രീഫിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സംഭവിച്ചിട്ടുള്ള ചില പ്രധാന ഇൻസിഡൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അക്യൂസ്ഡായി മാറാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് റീസൺ? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പെരുമാറേണ്ടി വന്നു? ആ സമയത്ത് എനിക്കുണ്ടായ പ്രൊവോക്കേഷൻ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, ഇതൊക്കെ എന്നോട് ഡീറ്റെയിൽ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഇതാരും എന്നോട് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, എൻ്റെ ഭാര്യ പോലും. രോഗം ഭേദമായിട്ടും എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഞാനൊരു മെന്റൽ പേഷ്യൻ്റ് ആണെന്ന് പറയുന്നു, കോടതിയിൽ കേസുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണിത് ഡോക്ടർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്നിൽ നിന്ന് എന്താണ് ഈ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? കൂൾ മിസ്റ്റർ പണിക്കർ, ഇങ്ങനെ ധാർമ്മിക രോഷം കൊള്ളാൻ വേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്ലീസ് ഡോക്ടർ, ഇതൊരു രോഷപ്രകടനമായിട്ട് കാണരുത്. എന്താണ് ഉണ്ടായതെന്നോ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നോ അറിയാതെ ശൂന്യതയിൽ നിൽക്കുന്ന ഒരാളുടെ നിസ്സഹായാവസ്ഥയാണ് എൻ്റെത്. അതിൻ്റെ ഒരു കൺഫ്യൂഷനാ. അതെങ്ങനെയാണ് ഡോക്ടർക്ക് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. താങ്കളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, അൺഫോർച്ചുനേറ്റ്ലി ഒരു കേസിന്റെ ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പണിക്കർക്ക് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പേഷ്യൻ്റ് ആയിരുന്നു. അതാണ് ഡോക്ടർ എനിക്ക് മനസ്സിലാവാത്തത്. കേസിന്റെ ഭാഗമായി എന്തിന് ഞാനൊരു മെന്റൽ പേഷ്യൻ്റ് ആവണം? ഇനി കോടതിയിൽ കേസ് ദുർബലപ്പെടുത്താനായിരുന്നു അതെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങുന്ന കാര്യമായിരുന്നു അത്. പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവിച്ചത്. ഐ വാസ് അഡ്മിറ്റഡ്. ദിവസങ്ങളോളം ഞാൻ അവിടുത്തെ ചികിത്സയിലായിരുന്നെന്ന് വരുത്തി തീർത്തിരിക്കുന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു മാനിപ്പുലേഷന്റെ ആവശ്യം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഡോക്ടർ, എന്റെ ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരു മറുപടി തരാൻ താങ്കൾക്ക് കഴിയില്ലെന്നാണോ? സോറി, കേസിന് ആസ്പദമായ ഇൻസിഡന്റിനെ കുറിച്ചും അത് കഴിഞ്ഞുള്ളൊരു ബ്രീഫിംഗ് മാത്രമേ താങ്കളുടെ ഹിസ്റ്ററിയെ ഞങ്ങളുടെ ഫയലിലുള്ളൂ. നിങ്ങളൊരു ട്രാൻസ്ജെൻഡറിനെ ആക്രമിച്ച കേസിലാണ് പ്രതിയാകുന്നത്. അവിടെയാണ് ഡോക്ടർ എന്റെ സംശയവും. ഞാൻ ശീലിച്ചു വന്ന എൻ്റെ രീതിയും സ്വഭാവവും വെച്ച് ഞാൻ ഒരിക്കലും അത്തരത്തിൽപ്പെട്ട ഒരാളെ ഉപദ്രവിക്കില്ല. മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളോട് വളരെ സെന്റിമെന്റലായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളുമാണ് ഞാൻ. എന്നിട്ടും ഞാനൊരു ട്രാൻസ്ജെൻഡറിനെ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികമായി എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ദാറ്റ് മീൻസ് ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊരു മാനസിക രോഗിയായിരുന്നു. അതാണ് എൻ്റെ സംശയം. അതിലാണ് ആരും എനിക്ക് കൃത്യമായൊരു മറുപടി ഇപ്പോഴും തരാത്തത്. സോറി, ഞാൻ പറഞ്ഞല്ലോ, അത്തരം ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് എനിക്കറിയില്ല. കേസിന്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നതാവും നല്ലത്. വക്കീലിനോട് ചോദിക്കുന്നതിന് എളുപ്പമല്ലേ എനിക്ക് എൻ്റെ ഭാര്യയോട് ചോദിക്കുന്നത്? എനിക്കറിയണം ഞാൻ എങ്ങനെ ഒരു മാനസിക രോഗി ആയതെന്ന്. അതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. താങ്ക് യു ഡോക്ടർ. ഐ എം സോറി ടു ട്രബിൾ യു. വി പി ഇത് എവിടെ പോയിരിക്കായിരുന്നു? എവിടേക്കെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ വി പിക്ക്? മുറി കാണണ്ട് ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ? വി പിക്ക് ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താ എന്താ? ഡോക്ടറെ കാണാനാണെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? എന്താ എന്തെങ്കിലും തുറച്ചു നോക്കുന്നേ?
ഞാൻ ചോദിച്ചതിന് മറുപടി പറ. വി പി വി പി എന്തായി കാണിക്കുന്നേ? എന്ത് ഭ്രാന്താ ഇത്? ആൾക്കാർ ശ്രദ്ധിക്കും. വി പി എന്തായി കാണിക്കുന്നേ? വി പിക്ക് എന്താ പറ്റിയത്? അതെ, അത് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. എനിക്ക് എന്താ പറ്റിയതെന്ന്. വിജയ് പണിക്കരെന്ന ഞാൻ എങ്ങനെയാണ് ഒരു മനോരോഗിയായി തീർന്നതെന്ന്. കമോൺ ഗീത, ഐ നീഡ് ആൻ ആൻസർ. എന്റെ ഓർമ്മയിൽ എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും മനോരോഗത്തിന് ചികിത്സ തേടിയിട്ടില്ല. എനിക്ക് പരിചയമുള്ള എന്റെ കുടുംബാന്തരീക്ഷത്തിലും ആർക്കും ഭ്രാന്ത് പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഭാര്യയും മകളും, ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതിയ അയൽക്കാർ, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ ആരാധിക്കുന്ന എന്റെ സ്റ്റുഡൻസ്, ഇതൊക്കെയായിരുന്നു എനിക്കറിയാവുന്ന എന്റെ ജീവിതത്തിലെ ചുറ്റുപാടുകൾ. പക്ഷെ ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി പറയുന്നു രേഖകളിൽ ഞാനൊരു മനോരോഗിയാണെന്ന്. എങ്ങനെ? എപ്പോൾ? എനിക്കൊരു ഉത്തരം വേണം ഗീത. താനത് പറഞ്ഞേ മതിയാവൂ. എന്താ താനൊന്നും മിണ്ടാത്തത്? തനിക്കൊന്നും പറയാനില്ലേ? എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞേ തീരൂ. അത് താൻ തന്നെ പറയും വേണം. വി പി ഒന്ന് പതുക്കെ. ഇതൊരു ഹോസ്പിറ്റലാ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എവിടെയാണെങ്കിലും എന്താ? ഞാനിപ്പോ ഒരു സർട്ടിഫൈഡ് മനോരോഗിയാ. അങ്ങനെ ഒരാൾക്ക് ആശുപത്രിയൊന്നോ അമ്പലമൊന്നോ പള്ളിക്കൂടമൊന്നോ ഒന്നുമില്ല. കമോൺ, ഗിവ് മീ ആൻ ആൻസർ. വിജയ് പണിക്കർ എങ്ങനെ ഭ്രാന്തനായി? വി പി പ്ലീസ്. വി പിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞ മുമ്പുണ്ടായിരുന്നോ? എങ്കിൽ അതിനുള്ള കാര്യവും കാരണം എനിക്ക് അറിയണം. താനത് പറയും. ആദ്യം ഈ ബഹളവും നിർത്തുവോ? ഞാൻ എല്ലാം പറയാം. ശരി, ഞാൻ ബഹളം വയ്ക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. എൻ്റെ ഓർമ്മയിൽ അപ്പുവും ആളും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മൾ 3 പേരും പിന്നെ മുരളിയും ഫാമിലിയും. അതായിരുന്നു നമ്മുടെ ലോകം. അവിടം വരെ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഇവിടുന്ന് ഗീതയ്ക്ക് പൂരിപ്പിക്കാം. ശരിയാ, വി പി പറഞ്ഞതുപോലെ ഒരു പ്രശ്നവുമില്ലാത്ത സന്തോഷകരമായ ഫാമിലി ലൈഫ് തന്നെയായിരുന്നു നമ്മുടേത്. പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് അപ്പുവിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പുവിന്റെ ഭാഗത്തു നിന്നോ? എന്താ അവൾക്ക് പറ്റിയത്? എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അപ്പു പഠിത്തത്തിൽ വല്ലാതെ ഉഴപ്പാൻ തുടങ്ങി. കോളേജിലെ ടീച്ചേഴ്സിനും സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ അപ്പു ഒരു സ്ഥിരം പ്രോബ്ലം മേക്കറായി. ആദ്യമൊക്കെ അപ്പുവിനുള്ള സ്നേഹം കൊണ്ട് മാളു നമ്മൾ അറിയിക്കാതിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരിക്കൽ എന്തോ കാര്യത്തിന് അപ്പു കൂടെ പഠിച്ചൊരു സ്റ്റുഡന്റിനെ ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിച്ചു. അതിന്റെ പേരിൽ ക്യാമ്പസിൽ നിന്ന് അപ്പുവിനെ സസ്പെൻഡ് ചെയ്തു. ആ ദേഷ്യത്തിന് മാളുവിനെയും കൂട്ടി അപ്പു നാടുവിട്ടു. സിറ്റിയിൽ പുറത്തുള്ള ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് വി പി തന്നെയാ പിന്നീട് അവരെ കൂട്ടിക്കൊണ്ടു വന്നത്. ആ സംഭവം നമ്മൾ 2 കുടുംബങ്ങളെയും സാരമായിട്ട് ബാധിച്ചു. മാളുവിനെ കൂടി വഴിതെറ്റിക്കുന്നത് അപ്പുവാണെന്ന് പറഞ്ഞ് മുരളിയും ഫാമിലിയും നമ്മളുമായിട്ട് പിണങ്ങി. അങ്ങനെ വി പിയും അപ്പുവും മാനസികമായിട്ട് അകന്നു. അതിന്റെ പേരിൽ വി പിക്ക് നല്ല മെന്റൽ പ്രഷർ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും വി പി അപ്പുവായിട്ട് പിണങ്ങാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി. ആ പിണക്കം വി പിയുടെ വ്യക്തിത്വത്തെയും കരിയറിനെയൊക്കെ മോശമായിട്ട് ബാധിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് വി പിക്ക് നെഞ്ചുവേന വന്നു. അതിനുശേഷം വി പി അവിടെ നിന്ന് ലീവിൽ പോയി. അപ്പുവിനുള്ള ദേഷ്യം വി പി മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാ ആ ട്രാൻസ്ജെൻഡർ കുട്ടിയായിട്ട് വി പി വഴക്കുണ്ടാക്കിയത്. ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചിലർ ചേർന്ന് വി പിക്കെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വി പി മാനസികമായിട്ട് ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് വക്കീൽ കോടതിയിൽ വാദിച്ചു. അതുകൊണ്ടാ കോടതി വി പിയെ അങ്ങനെ ഒരിടത്തേക്ക് ചികിത്സയ്ക്ക് അയച്ചത്. അവിടെ വെച്ച് വി പിക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇത്രയൊക്കെയാ എന്റെ അറിവിൽ സംഭവിച്ച കാര്യം.
പറഞ്ഞതൊക്കെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. പലതരത്തിലുള്ള പല പ്രായത്തിലുള്ള മനസ്സുകളെ സമചിത്തതയോടെ ജീവിതത്തെ എങ്ങനെ നേരിടാമെന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രെയിനറാണ് ഞാൻ. ഓഫ് കോഴ്സ് അപ്പുവിൻ്റെ ഈ വഴിവിട്ട പോക്ക് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ മനോനില തെറ്റാതൊക്കെ പറഞ്ഞ സോറി, ഐ വോണ്ട് ബിലീവ് ഇറ്റ്. സ്വന്തം മകളെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു അച്ഛനായിരിക്കും ഞാനെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എന്റെ കഴിവിലും മനസ്സിലും എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ഗീത പറഞ്ഞ ഈ കഥ അപ്പാടെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഈ പറഞ്ഞ കഥയ്ക്കപ്പുറം എന്തോ ഒന്ന്, എന്നെ അപ്പാടെ തകർത്ത് കളയുന്ന എന്തോ ഒരു കാരണം ഗീത എപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഇല്ല വി പി, ഈ പറഞ്ഞതല്ലാതെ മറ്റൊരു കാരണവും എനിക്കറിയില്ല. അപ്പോ മോളെ മോളെ അച്ഛനാ. അപ്പോ ഞാനും തമ്മിൽ ഇപ്പോഴും പിണക്കത്തിലാണോ? അല്ല. പിന്നെന്തിനാ അവള് ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഫോൺ കട്ട് ചെയ്യുന്നു? അറിയില്ല. അറിയില്ല. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അറിയില്ല. ഇല്ല, ഞാൻ ഉടനെ വരും. ആ ഓക്കെ, ശരി. ആ എന്നാ പിന്നെ ഇറങ്ങാം മമ്മി. ചെന്നിട്ട് എനിക്കൊരാളെ കാണാനും ഉണ്ട്. നീ ഇന്ന് വരണ്ട ജോബിൻ. ഇന്ന് മുരളി വൈകിട്ട് വന്ന് കണ്ടിട്ട് നാളെ വന്നാ മതി. ഏയ് അത് ശരിയാവില്ല മമ്മി. അങ്കിളിനെ നാളെ വന്നാലും കാണാമല്ലോ. അതല്ലടാ, മുരളി ഒരു നല്ല കാര്യം അറിഞ്ഞിട്ട് വരുന്നതല്ലേ. അയാള് വരുമ്പോ മാളുവും നീയും ഇവിടെ വേണം. അതാ ഞാൻ പറഞ്ഞത്. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മമ്മി. മുരളി അങ്കിളിനെ നമുക്ക് ഫോണിൽ വിളിക്കാമല്ലോ. അതല്ലടാ, മാളു കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്നാ പറഞ്ഞത്. അതെന്താ അങ്ങനെ? എന്തോ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് നീയും കൂടി ഇവിടെ നിൽക്കാൻ. മാളു ഇവിടെ നിൽക്കുകയാണെന്നുള്ള വിവരം അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് അവൾക്കിവിടെ വന്നപ്പോ തോന്നിയതാവും. തന്നെയല്ല, അശ്വതിക്കും ഇന്ദിരാമയ്ക്കും അവൾ ഇവിടെ നിൽക്കുന്നതാ താല്പര്യമെന്ന് തോന്നുന്നു. കുറച്ചു ദിവസത്തേക്ക് അവൾ ഇവിടെ നിൽക്കട്ടെ. കുറച്ച് ദിവസത്തേക്കോ? ഇന്ന് വേണമെങ്കിൽ നിന്നോട്ടെ. ഞാൻ നാളെ വന്ന് കൂട്ടിക്കൊണ്ടു നോക്കിയോളാം. നമ്മുടെ കൂടെയല്ലേ അവൾ നിൽക്കേണ്ടത്. ഇനിയിപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലും ഞാനവിടെ ഉണ്ടല്ലോ. അതൊക്കെ ശരി തന്നെയാ. ഒരു കാര്യം ചെയ്യേ, നീയും കൂടി അവളുടെ കൂടെ ഇവിടെ തങ്ങ്. എന്നിട്ട് നാളെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നാ മതി. മമ്മി പ്ലീസ്, ഇനി അതൊരു ഇഷ്യൂ ആക്കണ്ട. എന്താ മാളുവിന്റെ തീരുമാനമെന്ന് ഞാനൊന്ന് അറിഞ്ഞിട്ട് വരട്ടെ. മമ്മി കാറിലിരിക്കുക. താൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് മമ്മി പറഞ്ഞു. അതെ, കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് കരുതി. അത് ഞാൻ ആന്റിയോട് പറഞ്ഞല്ലോ. ആന്റിയോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെ ഒരു തീരുമാനം ഞാനും കൂടി അറിയണ്ടേ? അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ചു ദിവസം ഇവിടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ നിൽക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ എത്ര നാൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്? 1 വീക്ക്? അതോ 1 മാസത്തേക്കോ? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ ഇപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങോട്ട് വരണമെന്ന് തോന്നുമ്പോ ഞാൻ പറയാം. അത് ശരി. അപ്പൊ അന്ന് വിളിക്കാൻ ഞാൻ വന്നാ മതിയെന്ന് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല.
ഡോക്ടർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. അത് തന്നെ എനിക്ക് തന്നോടും പറയാനുള്ളത്. താനിപ്പോ എന്റെ കൂടെ വന്നിട്ട് തനിക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ ഇവിടേക്കും വരാമല്ലോ. ഇപ്പോഴത്തെ എന്റെ ആഗ്രഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ അവിടെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നതിനെ പറ്റി ആലോചിക്കാം. ആലോചിക്കാന്ന് അപ്പോഴും ഉറപ്പൊന്നുമില്ലല്ലേ? ഡോക്ടർ എന്താ ഇങ്ങനെ ചോദ്യം ചെയ്യും പോലെ സംസാരിക്കുന്നേ? എന്താ ഇനിയിപ്പോ എന്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതിന് അതിന് ഡോക്ടർക്ക് വല്ല സംശയം ഉണ്ടോ? സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടായാ ചിലപ്പോൾ സംശയിച്ചെന്നിരിക്കും. അതിനിങ്ങനെ പരിഹസിക്കണമെന്നില്ല. മാളു, ഐ എം വെരി സീരിയസ്. ഇപ്പൊ താൻ എന്റെ കൂടെ വരണം. സോറി, ഡോക്ടർ എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ ഇവിടെ നിൽക്കാനാ എനിക്കിഷ്ടം. ഞാൻ ഇവിടെ കുറച്ചു ദിവസം നിൽക്കുന്നതുകൊണ്ട് ആന്റിക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഡോക്ടർക്ക് എന്താ? എന്താ മാളു, എന്താ പ്രശ്നം? ഒന്നുമില്ല ആന്റി. മാളു ഇനി ഇവിടെ നിൽക്കുകയാണെന്നാ പറയുന്നത്. ഞാനത് മോനോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. കുറച്ച് ദിവസം ഇനി മോളെ ഇവിടെ നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ശരീരത്തിന് ഉടവ് തട്ടണ്ടല്ലോ. ഇവിടെ ആവുമ്പോ ഞാനും അശ്വതിയൊക്കെ അവളുടെ കാര്യം നോക്കാനുണ്ട്. ഇവളുടെ കാര്യം നോക്കാൻ അവിടെ ആളുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാ മെഡിക്കേഷൻ എടുക്കാനും ഇവിടത്തെക്കാൾ സൗകര്യം അവിടെയാ. എന്ന് ആര് പറഞ്ഞു?